രാവിലെ തന്നെ കിച്ചൺ വഴക്കാണ് നടക്കുന്നത്. ജിഷനും അതുപോലത്തെ അനുമോൾ ലക്ഷ്മിയൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കാവുന്നുണ്ട്. സാമ്പാറാണ് ഇന്നത്തെ പ്രശ്നം. എവിടെ ബിഗ് ബോസ് ഉണ്ടോ അവിടെയൊക്കെ കിച്ചൺ വഴക്ക് ഉണ്ടാവും എന്നുള്ളത് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വൈൽഡ് കാർഡ്സിന്റെ മറ്റേ പണിപ്പുര പ്രവേശനത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും ഇന്നാണ്. ജിഷിനെതിരെ എല്ലാ വീട്ടുകാർ മൊത്തം ഇഷ്യൂ ആക്കിയിരിക്കുകയാണ്. പക്ഷെ അതിലൊരു സത്യാവസ്ഥ ഇല്ലേ, ജിഷിന്റെ ഭാഗത്തൊരു ശരിയില്ലേ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് വീക്കിലി ടാസ്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ സീസണിലെ രണ്ടാമത്തെ വീക്കിലി ടാസ്ക് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു വീക്കിലി ടാസ്ക്? കൊള്ളാം അല്ലേ? ഒരു മൂന്നാമത്തെ നാലാമത്തെ ആഴ്ച കൊടുക്കാൻ പറ്റിയ അടിപൊളി ടാസ്ക് ആണ്. നല്ല എന്താണ് ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്ക് സംസാരിച്ചാലോ. എൻ്റെ പേര് ഷെയർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ ലഭിച്ചാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കിച്ചൺ വഴക്കാണ്, അനാവശ്യമായിട്ടുള്ളൊരു കിച്ചൺ വഴക്കാണ്. പക്ഷെ അതിലെനിക്കൊരു പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവരും അനുമോളെടുത്ത് കുറ്റം പറഞ്ഞല്ലോ. നിങ്ങൾ ക്വാണ്ടിറ്റി കുറഞ്ഞാണ് കൊടുക്കുന്നത്, 2 ദോശയാണ് കൊടുക്കുന്നത്, 2 ദോശ മാത്രമാണ് കൊടുക്കുന്നത് എന്നോട്ട് ഭയങ്കരമായിട്ട് അനുമോൾക്കെതിരെ എല്ലാ വീട്ടുകാരും പറയുന്നുണ്ട്. വിന്നിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും 3 എണ്ണം വെച്ച് കൊടുക്കുമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യന് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ 2 ദോശ കഴിച്ചാൽ മതി. ഇവര് ഈ ബിന്നി ഉണ്ടാക്കിയിരുന്ന സമയത്ത് വീക്ക് എൻഡ് ആവുന്നതിന് മുൻപ് തന്നെ ഇവരുടെ സാധനങ്ങളെല്ലാം തീരുമായിരുന്നു അല്ലേ? എല്ലാ സാധനങ്ങളും തീർന്നിട്ട് ഭക്ഷണം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അനുമോളുടെ ഭാഗത്താണ് എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ ശരിയായിട്ട് തോന്നി. കാരണം വീക്കെൻഡിലാകുമ്പോഴത്തേക്ക് ഇവർക്ക് സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ വീട്ടുകാർ കഴിക്കുന്നത്. വീട്ടുകാർക്ക് ലാവിഷായിട്ട് കഴിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല നമുക്ക് വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കി വേണം, നമ്മളെല്ലാം ഇപ്പോഴും തിന്ന് തീർക്കരുത് എന്നുള്ള ഇവർ തന്നെ ചിന്തിക്കണം. ഇവരതൊന്നും ചിന്തിക്കാതെ തന്നെ അനുമോളെ ഇട്ട് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ക്യാപ്റ്റൻസി ഭയങ്കര മോശമായിട്ട് തോന്നി നെവിൻ്റെ. കാരണം ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുമോളിനെ കിച്ചൺ ഭാഗത്തേക്കാണ് ഇട്ടിരിക്കുന്നത്, അനുമോളിനെ ലക്ഷ്മിനെ. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ക്യാപ്റ്റൻസി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട് തീരുമാനിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വീണ്ടും വന്നിട്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് അതെനിക്ക് മോശമായിട്ട് തോന്നി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അനുമോളുടെ ഭാഗത്താണ് എനിക്ക് ഒന്നത് ശരി. കാരണം ഇവർ ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു മര്യാദ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോൾ 2 ദോശയെങ്കിൽ 2 ദോശ വെച്ച് കഴിക്കണം. ഈ രനക്കാണ് ശരിക്കും പറഞ്ഞ വിഷമം കൂടുതൽ. കഴിഞ്ഞ ആഴ്ച രനക്ക് ഫുഡ് കിട്ടിയില്ല എന്നിട്ട് എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതും അല്ലേ? അപ്പോൾ 2 ദോശ വെച്ച് കഴിക്കുക. കഴിഞ്ഞ സീസണിൽ ഈ ദോശ എണ്ണം പറഞ്ഞിട്ട് വഴക്കുണ്ടായിരുന്ന പോലെ എനിക്ക് ഡൗട്ടാണ്. കാരണം എല്ലാവരും 2 ദോശ വെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പം തന്നെ 21 പേരുണ്ട്. 21 പേർക്കുള്ളത് ഉണ്ടാക്കുകയും വേണം അല്ലേ? അപ്പോൾ ഇവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. പിന്നെ സാമ്പാർ വെള്ളമായ പോലെ, അത് എനിക്ക് പറയാൻ പറ്റില്ല. കുക്കിങ്ങിൻ്റെ ഇതാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 21 പേർക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. നമ്മൾ വീട്ടിൽ 4 പേർക്ക് ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ, 21 പേർക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വെള്ളം കൂടിയത്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ കാര്യമില്ല. കാരണം അതൊരാളുടെ അയാളെ കുക്ക് ചെയ്തല്ലോ. ചിലപ്പോൾ അത് തെറ്റ് പറ്റിയതായിരിക്കട്ടെ. പക്ഷേ അനാവശ്യമായിട്ട് തെറ്റ് പറയേണ്ട കാര്യം. കാരണം 21 പേർക്ക് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അവര് എന്തായാലും പുറത്തുനിന്ന് 21 പേർക്ക് ഉണ്ടാക്കി പഠിച്ചിട്ടൊന്നല്ല വരുന്നത്. അവർക്ക് കുറച്ച് തെറ്റുകളും കുറവുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ, ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്. പിന്നെ വൈൽഡ് കാർഡ് പ്രവേശനത്തിൽ ജിഷിൻ ബസർ അടിക്കുന്ന അതേ ടൈമിൽ എത്തി. ഈ കേസ് ആദില അക്ബറിനോട് പറഞ്ഞു. അപ്പൊ അക്ബർ പറയാണ് അത് ശരിയായിരിക്കും, പക്ഷെ നമുക്കുള്ള ലക്ഷ്യം നമുക്ക് പണിയിട്ടാതിരിക്കും. അപ്പോൾ ഇതിന്റെ അക്ബറിന്റെ ഒരു ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്ബർ ജിഷിന്റെ ഭാഗത്താണ് ശരി. ഇന്ന് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴാണ് കൊണ്ടത് ജിഷിന്റെ ഭാഗത്ത് കറക്റ്റ് ആണ്. ജിഷിൻ ബസർ അടിച്ച് തീരുന്നതിനടുത്ത് തന്നെ പുറത്തെത്തിയിട്ടുണ്ട്. ബാക്കി 4 പേര് എത്തിയില്ല, ജിഷിൻ എത്തിയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ജിഷിൻ ഇന്ന് കാണിച്ച ഇത് എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കിയാലും തൂണിട്ട് അത് ജിഷിന്റെ ഭാഗത്തുള്ള ശരിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ജിഷിന് കുറെ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു പണിപ്പുര കേസിൽ ജിഷിന്റെ ഭാഗത്താണ് ന്യായം. കാരണം ജിഷിൻ ബസ് അടിക്കുന്ന ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ എല്ലാം അത് ആദിലെ പറഞ്ഞു. അപ്പൊ ആദിലയുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, ആദിൽ എന്തുകൊണ്ട് ആ നേരത്ത് പറഞ്ഞില്ല? പേടിയായിരുന്നു. എനിക്കറിയാൻ പാടില്ല. ആദിൽ സേഫ് ഗെയിം കളിക്കുന്നവരായിട്ട് എനിക്ക് തോന്നി. കാരണം ആദില പേഴ്സണലി വന്നിട്ട് അക്ബറിനോട് ഇത് പറയുമ്പോൾ
എന്താണ് ആദിലയുടെ ഒരു വാല്യൂ ഇടിഞ്ഞു പോയി. കാരണം പറയേണ്ട കാര്യം അപ്പം തന്നെ പറയണം. അപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അക്ബറിനോട് ഈ കാര്യം പറയേണ്ട കാര്യമൊന്നും ഉണ്ട് എനിക്ക് തോന്നിയില്ല. കാരണം പറയേണ്ട സമയത്ത് ആദില പറഞ്ഞില്ല. അപ്പം അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വീക്കിലി ടാസ്ക് വരെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീക്കിലി ടാസ്ക് ഒരു കിരീടം പോലത്തെ ടാസ്ക്കാണ്. ഇതിൽ 3 സ്ഥാനത്ത് വരുന്നവർക്കാണെന്ന് തോന്നുന്നു. സൂപ്പർ നോമിനേഷൻ പവർ, സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, സൂപ്പർ ഫാമിലി പവർ. ഈ സൂപ്പർ നോമിനേഷൻ പവർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നോമിനേഷനിൽ നിന്നും വിട്ട് മാറാം, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അധികാരത്തിൽ കൂടുതൽ ഇതാക്കാം. ചിലപ്പോൾ ക്യാപ്റ്റൻസിയിൽ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും. സൂപ്പർ ഫാമിലി പവർ, ഈ ടാസ്കിൽ വിജയിക്കുന്നവരുടെ ആള് ഫാമിലി 1 വീക്ക് ഇവരുടെ കൂടെ താമസിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ വഴക്കയിലൊക്കെ ഇരുന്നിങ്ങനെ കാണാൻ ചെയ്യാമല്ലോ. അപ്പോൾ അതെനിക്ക് കൊള്ളാമെന്ന് തോന്നി. പക്ഷെ നമുക്ക് നോക്കാം ഇതാര് ജയിക്കുന്നത്. അതിൽ ടാസ്ക് ഒരു 7 ഗ്രൂപ്പ്, 3 പേരടങ്ങുന്ന 7 ഗ്രൂപ്പ് ആയി. ഇതിലെല്ലാവരും ഈ തലയിലിരിക്കുന്ന ഇപ്പോൾ 3 പേരുണ്ട്. അതിൽ ഒരാൾ ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടാവും. ഇവരെ സഹായിക്കാനായിരിക്കും ബാക്കി 2 പേരുണ്ടാവും. ഈ തൊപ്പി ബാക്കി ആൾക്കാരെ എടുക്കാതെ നോക്കണം. ഈ തൊപ്പി തലയിലിരിക്കുന്ന തൊപ്പിയെ സംരക്ഷിക്കണം ഈ സഹായികൾ. ഇതാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ അനീഷിൻ്റെ ഇത് എന്ന് വെച്ചാൽ അനീഷ് ഔട്ടായി. പിന്നെ രേണുസുധിയുടെ എല്ലാവരും രേണുസുധി ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് രേണുസുധി. അപ്പോൾ രേണുസുധിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് തന്നെ ടാസ്ക് തീർന്നതിന് സമയത്ത് തന്നെ രേണുസുധി ചെറുതായിട്ട് തലറങ്ങി വീഴൊക്കെയുന്നുണ്ട്. അപ്പോൾ അനുമോളോ ചേച്ചി എന്തെങ്കിലും പറ്റുമോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലടി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ആലിൻ്റെ ഒരു മോശമായിട്ട് ഒരു കാര്യം പറയുന്നത്, രേണു ചേച്ചിന് തൊട്ടാൽ അവർ സുധിയുടെ അടുത്ത് എത്തും എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര മോശം. കാരണം ആരാണത് ഉദ്ദേശിച്ചത് ഒന്ന് തൊട്ടാൽ മതി, അത് മരിച്ചു പോകും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അതൊരിക്കലും പറയുന്നത്. അക്ബർ ഇന്ന് ചോദ്യം ചെയ്ത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അക്ബർ അത് ചോദ്യം ചെയ്തു. കാരണം സാധാരണ അക്ബർ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ചിരിച്ചതാണ്. പക്ഷെ അക്ബർ ആ കാര്യം പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഒരാൾ തൊട്ടതിന് ശേഷം മരിച്ചു. ആര്യൻ്റെ ശരിക്കും പറഞ്ഞാൽ ബോധവും വെളിവില്ലാത്തൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. ആര്യൻ്റെ ബോധവും വെളിവില്ല, എവിടെയൊക്കെ പോയോ എന്തോ. കാരണം എവിടെ എന്ത് സംസാരിക്കണം, ഇവിടെ ഇത് സംസാരിക്കണം എന്നുള്ള കാര്യം ആര്യനല്ല. ആര്യന് ഒരു ബോധമില്ലാണ്ട് ശരിക്കും പറഞ്ഞ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഒരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ജിസൈലിനെ മനുവിനെ ജയിലിലാക്കുന്ന ഒരു ടൈമായി. അവരവിടെ ജയിലിലാക്കുന്നു. ഇന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ജയിലിൽ. പിന്നെ ആദിലയുടെ ഒരു നെഗറ്റീവ് വീണ്ടും പറയുകയാണ്. അനുമോളെ പറ്റി പറയണം. അനുമോള് കരയുന്ന കരച്ചിലുമായോട്ടെ, അനുമോളി കളിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ആദില അനുമോളെ പറ്റി പറയുകയാണ്. ഇതാണ് എപ്പിസോഡ് നടന്നത്. പ്ലസ്സിൽ നടന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഓണപ്പൂ കിട്ടുന്നു. അവർ പൂവൊക്കെ ഇട്ട് വരച്ച് ഇടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മോർണിംഗ് ടാസ്ക് നമ്മുടെ ആരാണ് സാബുമാൻ ഒരു ആക്റ്റീവ് അല്ലാത്ത ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ചെയ്തിട്ട് സാബുമാൻ കഴിവ് പ്രകടിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയാം. ആ ഒരു കാര്യമാണ് സാബുമാൻ്റെ ഇത് കാര്യം. പിന്നെ നടന്നത് ജീവിതകഥയാണ്. ജീവിതകഥയിൽ അനുമോളിലെയും നൂറയുടെയും കഥയാണ് പറയുന്നത്. ഇതാണ് എപ്പിസോഡിലും ലൈവിലായിട്ട് നടന്നത്. നാളെ ഇതേ വീക്കിലി ടാസ്കിനെ കണ്ടിന്യൂ ചെയ്യുന്ന 2ാമത്തെ ദിവസം. നാളെ പിടിച്ചു പറയുകയാണ് ഈ തൊപ്പി എങ്ങനെയും എടുത്ത് കളയണം എന്നുള്ള രീതിയിലാണ്. ജിസയിലാണെങ്കിൽ ടേബിളിൻ്റെ ഒക്കെ മേലെ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിയില്ല, വലിയ രീതിയിൽ നടക്കത്തില്ല എന്ന് കണ്ടിട്ട് തോന്നണം. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിരുന്നു. ഒരു ആവറേജ് ആയിരുന്നു. വലിയ രീതിയിൽ അതിൻ്റെ ഹൈപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അജീഷിൻ്റെ കേസ് മാത്രമാണ് ഇന്ന് ആയിട്ട് നിന്നത്, വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂവും ലൈവൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതായിരിക്കും. ബൈ.